ജന്മദിന അപ്പം മുറിക്കുവാൻ സമയമായി. എല്ലാവരും സമീപത്തേക്ക് വരിക. സന്തോഷ ജന്മദിനം കുട്ടിക്ക്. ആരത്? കാന്താരിയല്ലേ, കാന്താരി. അത് ഏഞ്ചലാ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേ ഡിജിറ്റൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഡൗട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്താലോ. ആദ്യം തന്നെ വന്ന ക്വസ്റ്റ്യൻ ഡയലോഗ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോവാം. ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഒന്നെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാം, ബർത്ത്ഡേ വീഡിയോ ഡിജിറ്റൽ വീഡിയോ എന്നൊക്കെ അടിച്ചു കൊടുത്താൽ അതിനകത്ത് വീഡിയോ വരും. അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഞാൻ ചെയ്തൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ആ റൗണ്ട് ഇട്ട ഭാഗം സെലക്ട് ആക്കി കൊടുക്കുക. അതിന് ശേഷം കോപ്പി ലിങ്ക് ചെയ്യാം. അപ്പോൾ ലിങ്ക് കോപ്പി ആയിട്ട് വരും. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഗൂഗിളിൽ പോവാം. ഗൂഗിളിൽ പോയിട്ട് ഇൻസ്റ്റഗ്രാം ഓഡിയോ ഡൗൺലോഡർ അടിച്ചു കൊടുക്കുക. അങ്ങനെ വരുന്നതിൽ ഫസ്റ്റ് തന്നെ ഉള്ളത് സെലക്ട് ആക്കി കൊടുക്കുക. അതിനുശേഷം വരുന്ന ഭാഗത്ത് നമ്മൾ ഈ നേരത്തെ കോപ്പി ചെയ്ത ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഡൗൺലോഡ് എന്നുള്ളത് ഓപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഓഡിയോ നമുക്ക് അവിടെ വരും. അപ്പോൾ ഡൗൺലോഡ് ഓഡിയോ എന്നുള്ളതിൽ സെലക്ട് ആക്കി കൊടുത്താൽ മതി. അടുത്ത കമ്പനി വന്നിട്ടുള്ള പിൻട്രസ്റ്റ് എങ്ങനെ വീഡിയോ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിൻട്രസ്റ്റിൽ പോയിട്ട് ആനിമേഷൻ വീഡിയോ അല്ലെങ്കിൽ ആനിമേഷൻ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ അങ്ങനെയൊക്കെ അടിച്ചു കൊടുത്താൽ കുറേ ബാക്ക്ഗ്രൗണ്ട് വീഡിയോസ് വരും. അപ്പോൾ നമ്മൾ വീഡിയോസ് സെലക്ട് ആക്കി എടുക്കാം. സെലക്ട് ആക്കിയതിന് ശേഷം മുകളിലത്തെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് കോപ്പി ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നേരെ നമ്മൾ വീണ്ടും ഗൂഗിളിലേക്ക് പോവാം. ഗൂഗിളിൽ പോയതിന് ശേഷം നേരത്തെ നമ്മൾ ഇൻസ്റ്റഗ്രാം MP3 എന്നാണ് അടിച്ചു കൊടുത്തത്. അതിന് പകരം പിൻട്രസ്റ്റ് വീഡിയോ ഡൗൺലോഡഡ് എന്ന് അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു, പക്ഷേ അത് വലിയ പോപ്പുലറായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഡൗട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മളത് അടിച്ചതിന് ശേഷം അടുത്തൊരു പേജിലേക്ക് പോവും. ആ പേജിനകത്ത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ അടിയിൽ ഡൗൺലോഡ് എന്നുള്ളതുണ്ടാവും. അതിനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു പേജിലേക്ക് ലോഡ് ചെയ്ത് പോവും. അതിൻ്റെ ഇടയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നമുക്കവിടെ കാണാം. അതിൻ്റെ അവിടെ തന്നെ ഒരു 3 ഡോട്ട് കണ്ടിട്ടില്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ കാണാം. ആ ഡൗൺലോഡ് ചെയ്താൽ നമ്മുടെ ഗാലറിയിലേക്ക് ഡൗൺലോഡായി വരും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കുറേ ഡൗട്ട് വന്നത് ഇതിനകത്ത് ഓഡിയോ. അപ്പോൾ അതിനകത്ത് ഓഡിയോ തന്നെ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ആ മൈ മ്യൂസിക് എന്ന് അടിച്ചാൽ നമ്മുടെ അടുത്തുള്ള ഓഡിയോസ് ഡൗൺലോഡ് ചെയ്ത ഓഡിയോസ് അതിനകത്ത് കാണാം. അത് നമുക്ക് സെലക്ട് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത് വരുന്നത് നമ്മൾ ഈ ഫോട്ടോ കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റാക്കുക. അതിൽ സ്റ്റിക്കർ എന്ന ഭാഗം എടുക്കുക. സ്റ്റിക്കർ എന്നെടുത്തതിന് GF എന്ന് എഴുതിയതിൻ്റെ ഇപ്പുറത്തൊരു ഗാലറി ഇതുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഇമേജ് കട്ടിങ് ഉള്ള ഒരു ഇതുണ്ട്, ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗാലറിയിലേക്ക് പോകും. നമുക്ക് വേണ്ട കുട്ടീൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഏത് ഫോട്ടോ ആണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ആക്കി കൊടുത്താൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് സെലക്ട് ആക്കി കൊടുത്തത്. അപ്പോൾ ഇത് സെലക്ട് ആക്കി കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ റിമൂവ് ആയിട്ട് വരുന്ന കാണാം. അത് കഴിഞ്ഞാൽ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ അടുത്ത ഓപ്ഷനിലേക്ക് പോവും. അടുത്ത ഓപ്ഷനിലേക്ക് പോകുമ്പോൾ കണ്ടോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വൈറ്റ് പോർഷൻ വരുന്നത്, അത് നമുക്ക് സെലക്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ പപ്പാനീൻ്റെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഇതിൽ ചെറിയൊരു ഇത് വന്നുകൊണ്ട് ഞാൻ അടുത്തൊരു പിക്ചർ സെലക്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിക്കാണ് ഞാൻ സെലക്ട് ആക്കി കൊടുത്തത്. എന്നിട്ട് ആ ടിക്ക് മാർക്ക് ഞാൻ ക്ലിക്കാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടുത്ത പേജിലേക്ക് വരുമ്പോൾ അതിൻ്റെ കണ്ടോ ആ ഒരു വൈറ്റ് പോർഷൻ, അത് നമുക്ക് എത്ര വേണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് ടിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഇമേജ് അവിടെ വരും. ആ ഇമേജ് നമുക്ക് വേണ്ട പൊസിഷനിൽ മാറ്റി കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ അവിടെ എഡിറ്റിംഗ് എഴുതി കാണുമ്പോൾ അവിടെ കുറേ ഓപ്ഷൻസ് കാണാം. അത് നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് ചെയ്ത് കൊടുത്താൽ ആ ഇമേജ് മൂവിങ് ചെയ്യാൻ തുടങ്ങും. അപ്പം നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് മൂവ്മെൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആ പിക്ചർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുകൊണ്ടോ അതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇൻ ഉണ്ട്, ഔട്ട് ഉണ്ട്, ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ആക്കി കൊടുക്കാം. അതിൻ്റെ ടൈമും കാര്യമൊക്കെ നമുക്ക് അതിൻ്റെ മുകളിൽ തന്നെ അത് സെലക്ട് ആക്കി കൊടുത്താൽ അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യന് കുറേ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യന് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറേ മറുപടി ഞാൻ കമൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ പിന്നെ ഇനി വരുന്നത് അതിനകത്ത് തോട്ട് എഴുതി കൊടുക്കാനാട്ടോ. നമ്മൾ ഇതിനകത്ത് കുറേ ഡയലോഗ്സ് ഒക്കെ ഉണ്ടാകും, അതെങ്ങനെയാണ്. അപ്പോൾ പ്ലസ് ടി എന്ന് എഴുതിയിട്ടുള്ള പ്ലസ് ടിക്കിനെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മലയാളത്തിൽ കുറേ ഫോണ്ട് ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട്. നിങ്ങൾക്ക് ഫോണ്ട് ഡൗൺലോഡ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നോർമലി ഒരു ഫോണ്ടിൽ നമുക്കത് സെറ്റാക്കി എടുക്കാം. വേറെ പിന്നെ മലയാളം ഫോണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് എന്നോടൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അതിന് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അവിടെ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അത് മൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. ഒരു മലയാളം ഫോണ്ട് ടൈപ്പ് ചെയ്യുന്ന ഒരു സംഭവം കാണിച്ചു തരാം. നമ്മുടെ ലാലേട്ടൻ ഫോൺ എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ഒരു ഫോണുണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് A10 ഫോണ്ട് എന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ലാലേട്ടൻ ഫോണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ A10 ഫസ്റ്റ് തന്നെ വന്നത് നമ്മൾ സെലക്റ്റാക്കി കൊടുക്കാം. സെലക്റ്റാക്കി കൊടുത്തതിന് ശേഷം നേരെ ഒരു ഓപ്ഷനിലേക്ക് പോകും. അവിടെ നമുക്ക് എന്താണോ ഏതിലൊന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ എന്നുള്ളത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരെ താഴോട്ട് വരുമ്പോൾ ഫ്രീ ഡൗൺലോഡ് A10 ഫോണ്ട് എന്നുണ്ടാവും. അത് നമ്മൾ ക്ലിക്കാക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് ഡൗൺലോഡായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഇനി വർക്കാവുന്നത് ഇൻഷോട്ടിലാണ്. ഇൻഷോട്ട് നേരെ നമ്മൾ എടുക്കുക, എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക, ഏതാണെന്ന് വെച്ചാൽ എടുക്കുക. എടുത്തതിന് ശേഷം നേരെ ഞാനിപ്പോൾ ഒരു ഇമേജിൽ ജസ്റ്റ് ഒരു ബ്ലാങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അവിടെ പോയിട്ടതിന് ശേഷം നമ്മൾ ടെസ്റ്റ് കൊടുക്കുക. ടെസ്റ്റ് കൊടുത്തതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ അവിടെ ആ മൂന്നാമത്തെ ഓപ്ഷൻ എ എന്നുള്ളതില്ലേ, അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ സൈഡിൽ കാണുന്ന രണ്ടാമത്തെ നടുക്കുള്ള ഓപ്ഷൻ സെലക്ട് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരെ ഗാലറിയിലേക്കായിരിക്കും പോവുക. ഗാലറി പോയത് എന്ന് വെച്ചാൽ ഫയൽ മാനേജറിലേക്കായിരിക്കും പോവുക. അതിൽ നമ്മൾ ഡൗൺലോഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ A10 ഫോണ്ടെന്ന് കാണാം. ആ A10 ഫോണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഫോണ്ടിലേക്ക് നമ്മൾ എഴുതിയ ഇതിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഒരു മലയാളം ഫോണ്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൽ നമ്മൾ നല്ലൊരു വൃത്തിയിൽ കിട്ടും. അത് നിങ്ങൾ ബാക്കി എഡിറ്റും കാര്യങ്ങളും അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റാക്കി കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ പരട്ടകളും രണ്ടും തമ്മിൽ മാറിപ്പോവും, പക്ഷേ എനിക്ക് മാറില്ല. ഇതുപോലെ കുറേ അധികം വീഡിയോസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡൗട്ടൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.